രാജ്യ തലസ്ഥാനത്തെ വിറപ്പിച്ച സ്ഫോടനം നടന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 6:52-നാണ് ഡൽഹിയുടെ ഹൃദയമായ ചെങ്കോട്ടയിൽ കാറിൽ നിന്ന് നിറച്ചെത്തിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. ഇതുവരെ 12 പേർ മരിച്ചു. ചാവേർ ആക്രമണം, ഭീകരബന്ധം തുടങ്ങി ചെങ്കോട്ട സ്ഫോടനം സംബന്ധിച്ച നിരവധി അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത്. സ്ഫോടനം നടത്തിയെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്ന ഉമർ മുഹമ്മദിന് ഫരീദാബാദ് സംഘവുമായി ഉണ്ടെന്ന് സംശയിക്കുന്ന ബന്ധമാണ് അനുമാനങ്ങൾക്ക് അടിസ്ഥാനം. എന്തായാലും കേസന്വേഷണം ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുകയാണ്. ചെങ്കോട്ടയുടെ പടിവാതിൽക്കൽ നടന്നതൊരു ചാവേർ ആക്രമണമായിരുന്നോ? അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെ ഈ വിധമൊരു ഉഗ്രസ്ഫോടനമുണ്ടായി? നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തിൽ പോലും സുരക്ഷാ വീഴ്ച പതിവാകുകയാണോ? ഒരു പിടി ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. രാജ്യത്തിന് ആദ്യം RDX റാം. ഫരീദാബാദിൽ സ്ഫോടക വസ്തു പിടിച്ചെടുത്തതും ചെങ്കോട്ട സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗമായ ഉമർ മുഹമ്മദ് നടത്തിയ ചാവേർ ആക്രമണം എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഡൽഹി പോലീസ് എത്തി നിൽക്കുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് ഡൽഹി പോലീസോ ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളോ വ്യക്തമായൊരു ചിത്രം പങ്കുവച്ചിട്ടില്ല. ഉമർ മുഹമ്മദിന്റെ അമ്മയും സഹോദരന്മാരും ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. DNA പരിശോധനയ്ക്ക് ശേഷം ഉമർ മുഹമ്മദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടേക്കും. അതിനിടെ പൊട്ടിത്തെറിച്ച I-20 കാർ ഉമർ മുഹമ്മദിന് കൈമാറിയതിന്റെ വിശദമായ വിവരങ്ങളും നിർണായക ദൃശ്യങ്ങളും പുറത്തുവന്നു. ഫരീദാബാദിൽ നിന്ന് ഇന്നും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. ഡോക്ടർമാരുടെ സംഘത്തിലെ കൂടുതൽ പേർ പിടിയിലായി. ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എന്നാൽ തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ പോലും സുരക്ഷാ വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ വിമർശനം ശക്തിപ്പെടുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഫരീദാബാദ് സ്ഫോടക വസ്തു പിടികൂടലും ചെങ്കോട്ട സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. ഫരീദാബാദിൽ നിന്ന് പിടികൂടിയവരുടെ അടുത്തയാളാണ് സ്ഫോടനം നടത്തിയതെന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ്. പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് തന്നെയാണ് ഇതെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. CCTV ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും വിരൽ ചൂണ്ടുന്നത് ഡോക്ടർ ഉമറിന്റെ പങ്കിലേക്ക് ആണ് എന്നും പോലീസ് പറയുന്നതായി മാധ്യമങ്ങൾ അറിയിക്കുന്നു. ഫരീദാബാദ് റെയ്ഡിൽ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ, ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ എന്നിവർ പിടിയിലായിരുന്നു. ഡോക്ടർ ആദിലിൻ്റെയും ഷക്കീലിൻ്റെയും സഹായിയായിരുന്നു ഉമർ എന്നാണ് വിവരം. ഇവരടക്കം 8 പേരെ പിടികൂടിയതോടെ പരിഭ്രാന്തിയിലായ ഉമർ ചാവേർ സ്ഫോടനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഡോക്ടർ ഉമർ മുഹമ്മദ് ഫരീദാബാദിലെ അൽ ഫലാ മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്നു. ഫരീദാബാദ് മൊഡ്യൂൾ എന്ന ഗ്രൂപ്പ് രൂപീകരിച്ചായിരുന്നു പിടിയിലായവരുടെ ആശയവിനിമയം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇത് ടെലഗ്രാം വഴി രൂപീകരിച്ച തീവ്രവൽക്കരിക്കപ്പെട്ട മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സംഘമാണ് എന്നാണ് നിഗമനം. ചെങ്കോട്ട സ്ഫോടനത്തിന് 3 ആഴ്ച മുമ്പ് ശ്രീനഗറിൻ്റെ പല ഭാഗങ്ങളിലും ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. ഇതോടെ അന്വേഷണം UP, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. വൈറ്റ് കോളർ ടെറർ ഇക്കോസിസ്റ്റം തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് വിവരങ്ങൾ കിട്ടി എന്നാണ് ATS ഇതേക്കുറിച്ച് അറിയിച്ചത്. പിടിയിലായ ഡോക്ടർമാരിൽ നിന്ന് 2900 കിലോഗ്രാം ബോംബ് നിർമ്മാണ വസ്തുക്കളും തോക്കുകളും കണ്ടെടുത്തു. ജെയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള 3 ഡോക്ടർമാർ കൂടി ഇന്ന് പിടിയിലായി. പിടിയിലായവർ ജെയ്ഷെ മുഹമ്മദ് റിക്രൂട്ടിംഗ് അടക്കം നടത്തിയവരാണ്. ഒരു വനിതാ ഡോക്ടറും സംഘത്തിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. HR 26 CE 7674 I-20 കാർ രജിസ്റ്റർ ചെയ്തത് സൽമാൻ എന്ന ആളുടെ പേരിലായിരുന്നു. ഈ മാർച്ചിൽ ദേവേന്ദർ എന്നയാൾക്ക് ഈ കാർ വിറ്റു. ദേവേന്ദറിൽ നിന്ന് ആമിറിൽ നിന്ന് താരിഖിൽ നിന്ന് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നിങ്ങനെ കാറ് പലർക്കായി കൈമാറി. ഇസ്ലാമാബാദിൽ കോടതി പരിസരത്ത് കാർ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 സ്ഫോടനം. ചാവേർ ആക്രമണമെന്ന് സംശയിക്കുന്നതായി ആ കാര്യവും പോലീസ് അറിയിക്കുന്നുണ്ട്. സനീഷ്, ഇതാണ് ഈ തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു ഭീകരാക്രമണമാണ് എന്ന്. ഭീകരാക്രമണം എന്ന് പൂർണ്ണമായും സ്ഥിരീകരിച്ച് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് മാത്രമാണ്. എങ്കിൽ കൂടി ഒരു ഭീകരാക്രമണമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കരുതാം. ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന വിലയിരുത്തലിലേക്കും അത്തരം ആരോപണങ്ങളിലേക്കും പ്രതിപക്ഷ പാർട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം പുൽവാമ സ്വദേശിയാണ് ഈ ഭീകരാക്രമണം നടത്തിയ ഡോക്ടർ ഉമർ എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു ശ്രദ്ധ ഈ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള വിമർശനവുമുണ്ട്. എന്താ തോന്നുന്നത്?
നിശ്ചയമായിട്ടും ഒടുവിൽ ഈ പറഞ്ഞ വിമർശനം സാങ്കത്യമുള്ളതാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഭീകരരാണ് പിന്നിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരാരായാലും അവർ ഭീകരരാണ്, അവർ ഭീകരവാദ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതിൻ്റെ മോട്ടീവ് എന്തായാൽ പോലും അവർക്ക് എന്ത് കാരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവർ ഈ ഭീകരവാദമാണ്, ഭീകരപ്രവർത്തനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ആളുകൾ ഒരുങ്ങി പുറപ്പെട്ട് ഇങ്ങനെ മനുഷ്യരെ കൊല്ലും എന്ന് തീരുമാനിച്ചാൽ അതവർക്ക് നടപ്പാക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ആദ്യ വരികളിൽ ഈ ആക്രമണം നടത്തിയ ആളുകളെ, ഭീകരവാദികളെ, അവരേത് തരത്തിലുള്ള പ്രത്യയശാസ്ത്രത്താൽ നയിക്കപ്പെടുന്ന ഭീകരവാദികളാണെങ്കിലും അവരെ തള്ളിപ്പറഞ്ഞതിന് ശേഷം പക്ഷേ നമ്മൾ പറയേണ്ടുന്നൊരു കാര്യം ഹർഷൻ, പ്രധാനമായിട്ടും ഇതിനകത്ത് അങ്ങേയറ്റം വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നിൽ, ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിനും മറ്റുമൊക്കെ പ്രഭാഷണം നടന്ന രാജ്യത്തോടും ലോകത്തോടും സംസാരിക്കുന്ന സ്ഥലമാണ് ചെങ്കോട്ട. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന്, ദേശീയ പതാക ഉയർന്ന സ്ഥലം. അതിനടുത്ത് ചാന്ദിനി ചൗക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കച്ചവട സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ ഒരു ഭീകരാക്രമണം നടക്കുന്നു എന്ന് മാത്രവുമല്ല, അത് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനം ഇത്രയും സുപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് നടത്തുന്നു എന്ന് മാത്രമല്ല, അതിന് തൊട്ട് തലേ ദിവസം ഈ ഭീകരവാദവും സംശയിച്ചിട്ട് കുറേയേറെ ആളുകളെ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് പിടികൂടിയിരുന്നു. 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു മറ്റൊരിടത്ത് നിന്നാണെങ്കിലും എന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ചെയ്യുന്നത് പോലെ എല്ലായിടത്തും സുരക്ഷ കർക്കശമാക്കിയില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നാട്ടുകാരിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതായത് 2900 കിലോഗ്രാം സ്ഫോടക വസ്തു പിടിക്കുന്നു, ഒരു റാക്കറ്റിനെ പിടികൂടിയിട്ടുണ്ട് എന്ന് ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ തന്നെ പറയുകയും അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പത്രമാധ്യമങ്ങൾ വരികയും ചെയ്തതിന് പിറ്റേ ദിവസം ഇങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ അതികർക്കശമായിട്ടുള്ള സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ഇപ്പോൾ പ്രിയങ്ക് ഖാർഗെ അമിത്ഷായെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തായതിനെ അധികാരത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, അതായത് ഡൽഹി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായിട്ടൊരു സംസ്ഥാന പദവിയുള്ള സ്ഥലമാണെങ്കിൽ തന്നെയും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരാണ്. ഇത്ര വലിയ 15 വർഷത്തിന് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ഇതുപോലൊരു ആക്രമണം നടക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ ഇതിൻ്റെ ചുമതലയെല്ലാം ഉള്ള ആൾ അദ്ദേഹത്തിന് മേൽ വിമർശനം ഏൽക്കാതെ നിൽക്കുന്നു എന്നത് അങ്ങേയറ്റം അസംഭവ്യമായിട്ടുള്ള കാര്യമായിരിക്കണം നമ്മുടേതുപോലെ രാജ്യത്ത്. അതുകൊണ്ട് പ്രിയങ്ക് ഖാർഗെ അതിശക്തമായിട്ട് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. മഹുവ മൊയ്ത്ര പ്രധാനമന്ത്രിയെ തന്നെയും അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതായത് ഇത്ര വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് അദ്ദേഹം ഭൂട്ടാനിൽ പോയിട്ട് ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയാണ് എന്ന നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് മഹുവ മൊയ്ത്രയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഭരണകർത്താക്കളുടെ കുഴപ്പം കൊണ്ടാണ്, അവരാണ് ഇതിന് കാരണക്കാർ എന്നൊന്നും പറഞ്ഞ് നിശ്ചിതമായിട്ട് വിമർശിക്കാനുള്ള സമയവുമായിട്ടില്ല. ഒരുപക്ഷെ അത് ശരിയായിരിക്കുകയുമില്ല. പക്ഷേ ഇത്തരമൊരു സംഭവം മുൻപേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് കുറേയേറെ തീവ്രവാദികളൊക്കെ പിടിയിൽ കൂടുകയും കുറേയേറെ സ്ഫോടക വസ്തുക്കൾ നമ്മൾ കസ്റ്റഡി എടുക്കുകയും ചെയ്ത് ഒരു സംഭവം നടക്കുന്നു, ഉരുത്തിരിയുന്നെന്ന് തോന്നലുണ്ടായിട്ട് പോലും സുരക്ഷാ സംവിധാനങ്ങൾക്ക് തടയാൻ പറ്റിയിട്ടില്ല എന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നമ്മുടെ പാവപ്പെട്ട മനുഷ്യരുടെ, കുട്ടികളുടെ അടക്കമുള്ള ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അതിനിശ്ചിതമായുള്ള വിമർശനത്തിന് കേന്ദ്ര സർക്കാരും തലപ്പത്തുള്ള ആളുകളും വിധേയമാകണം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, എന്താണ് സംഭവം എന്നത് വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിലൂടെ തെളിയേണ്ടതാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ, ഭരണ നേതൃത്വത്തെ പൗരന്മാരെ വിമർശിക്കാൻ ഒട്ടും മടി കാണിക്കരുത് എന്നുകൂടെ വിചാരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. തീർച്ചയായും എനിക്കും ഈ അഭിപ്രായത്തിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. കാരണം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതായിരുന്നു ആ പുൽവാമ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ നീക്കവും. അവിടെ നിന്ന് ഈ നിലയ്ക്ക് അവിടെ നിന്ന് പൊട്ടിമുളച്ച ഒരു ഭീകരവാദ ഇടപെടൽ എന്ന നിലയ്ക്ക് തന്നെ വേണമല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിനെ മനസ്സിലാക്കാനും. ആ കാര്യത്തിൽ സൂക്ഷ്മമായ ഒരു ശ്രദ്ധ വേണമായിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏജൻസികൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെയാണ് ഫരീദാബാദിൽ അങ്ങനെ ഒരു റെയ്ഡൊക്കെ ഉണ്ടാകുന്നത്, ചില ഡോക്ടർമാരെ അറസ്റ്റിലാവുന്നത്, ചിലരെ കണ്ടെത്തുന്നത് എന്നൊക്കെ ഈ ഭരണതലത്തിലുള്ളവർ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നു. അതെല്ലാം വലിയ വീഴ്ച മറച്ചു വയ്ക്കാൻ കൂടിയുള്ള ഒരു ശ്രമമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുതന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കാരണം രാജ്യ തലസ്ഥാനത്ത് 15 വർഷത്തിന് ശേഷം ഇത്രയും ഭീകരമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആളുകൾ ഇത്രയും പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വീണ്ടും രാജ്യം ഒരു ഭീതിയിലേക്ക് പോകുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നു. ഇത് ആദ്യമല്ല, പഹൽഗാമിലെ ആക്രമണമുണ്ട്, പുൽവാമയിലെ ആക്രമണമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തുടർച്ചയായി പലതവണ സംഭവിക്കുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തം എന്നത് ആർക്ക് എന്ന ചോദ്യത്തിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സമ്പൂർണ്ണമായി രക്ഷപ്പെടാൻ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തവണയും ഈ സാഹചര്യത്തിലും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നതാണ് സത്യം. പക്ഷേ പ്രതിപക്ഷം കുറച്ചുകൂടി മുൻപേ തന്നെ ഈ കാര്യത്തിൽ ഈ സുരക്ഷാ വീഴ്ച എന്നത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇന്നലെ സ്ഫോടനമുണ്ടായി 1 മണിക്കൂറിനുള്ളിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യ തലസ്ഥാനത്തിൻ്റെ സുരക്ഷയിൽ ഈ കോംപ്രമൈസ് ചെയ്യുന്നത് ശരിയല്ല, അത് അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം തന്നെ, അരവിന്ദ് കെജ്രിവാൾ തന്നെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ
ഇക്കാര്യത്തിൽ. ബാക്കി പ്രതിപക്ഷ നേതാക്കളും ഇന്നിപ്പോൾ ശക്തമായി അതേ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഏജൻസികളെ പുകഴ്ത്തുമ്പോൾ തന്നെ അവരുടെ പ്രയോഗങ്ങളിലടക്കം വരുന്ന ചില പ്രശ്നങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകാതിരിക്കാനാവില്ല. ഇപ്പോൾ ഈ അറസ്റ്റുകളും റെയ്ഡുകളും എല്ലാം നടക്കുമ്പോൾ തന്നെ വൈറ്റ് കോളർ ഭീകരത എന്നൊരു പേരിട്ട് ATS ഇതിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഈ ആഗോളതലത്തിൽ തന്നെ എന്താണ് വൈറ്റ് കോളർ ഭീകരത എന്നതിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ഒരു പരിപ്രേക്ഷ്യവും ഒക്കെ അതിനുണ്ട്. അത് അങ്ങനെ നോക്കിയാൽ ഇവിടെ ഇന്ത്യയിലെ വൈറ്റ് കോളർ ഭീകരന്മാരാണെന്ന് നോക്കിയാൽ വിജയ് മല്യ, നീരവ് മോദി, കർണാടകത്തിലെ റെഡ്ഡി ബ്രദേഴ്സ്, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ വൈറ്റ് കോളർ ഭീകരന്മാർ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അഴിമതി കാലം എടുത്തു നോക്കിയാൽ സുരേഷ് കൽമാടി, ഇവരെയൊക്കെയാണ് ആ പട്ടികയിലേക്ക് പെടുത്തേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ വൈറ്റ് കോളർ ഭീകരത. ഈ പ്രയോഗം തെറ്റാണ്. അത് എന്ന് മാത്രമല്ല ആളുകളാണ് ഈ നടത്തിയതെന്നുള്ള കാര്യത്തിൽ തെളിവും അതാണ് ഞാൻ പറഞ്ഞത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഈ പറയുന്നത് ഈ പ്രയോഗം വലിയ അബദ്ധമുണ്ടാക്കി വെക്കും. അതാണ് ഒരു വലിയ പ്രശ്നം. കാരണം ഇപ്പോൾ ഈ സാഹിത്യമുണ്ടല്ലോ, ഇപ്പോൾ നോട്ട് നിരോധനത്തിന് ശേഷം ഒത്തിരി സാഹിത്യം സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ. അതുപോലെ തന്നെ വൈറ്റ് കോളർ ഭീകരത എന്നതിനെക്കുറിച്ച് സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ധാരാളം ലേഖനങ്ങളും പോസ്റ്റുകളും ഒക്കെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇത് ഈ ആളുകളിൽ ഇതിനെക്കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണ തന്നെ ഉണ്ടാക്കും. വൈറ്റ് കോളർ ഭീകരന്മാർ വേറെയാണ്. ഈ പറയുന്ന പോലെ ഈ ഭീകരന്മാർ 200 പേർക്കാണ് ദോഷമുണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 500 പേർക്കാണ് ദോഷമുണ്ടാക്കുന്നതെങ്കിൽ, വൈറ്റ് കോളർ ഭീകരന്മാർ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ്. രാജ്യത്തെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല, ഗുരുതരമായ കുഴപ്പത്തിലേക്ക്. പക്ഷേ ATS പോലെ ഒരു സംവിധാനമോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളോ, ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ചർച്ച വൈറ്റ് കോളർ ഭീകരത എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മളടക്കം തലക്കെട്ടിൽ ടൈറ്റിൽ കൊടുക്കുന്നത് വൈറ്റ് കോളർ. കാരണം എന്താണ്, ATS തന്നെ അതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളും അതിലേക്കാണ്, അത് തന്നെയാണ് നമ്മൾ പ്രയോഗിക്കാൻ നിർബന്ധിതരാകുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രയോഗം തെറ്റാണ്. അത് ഈ ഘട്ടത്തിൽ പ്രയോഗിക്കുന്നത് ശരിയല്ല. അതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സംഝോത എക്സ്പ്രസിൻ്റെ സ്ഫോടനം ഉണ്ടാകുമ്പോഴും മക്ക മസ്ജിദ് സ്ഫോടനം ഉണ്ടാകുമ്പോഴും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണ സംഘം ചില പേരുകൾ ഇതുപോലെ പുറത്തു വിടുകയാണ്. ഇപ്പോൾ എന്താണ് ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നൊരു സംഘടനയുടെ പേരാണ് അന്ന് മക്ക മസ്ജിദ് സ്ഫോടന കാലത്ത് ആദ്യം പുറത്തു വരുന്നത്. 100 ചില്ലുവാൻ മുസ്ലിങ്ങളെ ഈ ഹൈദരാബാദിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് വലിയ ചർച്ചയായി, വിവാദമായി. ഇതിനെല്ലാം ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്, അഭിനവ് ഭാരത് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അവരെ വിചാരണയ്ക്ക് വിധേയരാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പിന്നെ 2018 അവർ വരെ വെറുതെ വിട്ടു. യഥാർത്ഥത്തിൽ സ്ഫോടനം നടത്തിയതിന്, ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ള ദുരന്തം കൂടി ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം. എന്തായാലും ഈ ആദ്യം തന്നെ തീർപ്പുകളിലേക്കും അത്തരം പ്രഖ്യാപനങ്ങളിലേക്കും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല രാജ്യത്തുള്ളത് എന്നുള്ളത് തെളിയിക്കപ്പെട്ട സ്ഫോടനങ്ങൾ ഇവിടെ വേറെയും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കുറെ കൂടി വ്യക്തതയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ വേണം ഈ അന്വേഷണ സംഘങ്ങൾ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറാൻ. മാധ്യമങ്ങളും ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ വേണം ഈ റിപ്പോർട്ടുകൾ കൈമാറാൻ. തീർച്ചയായും ഇപ്പോൾ ഇത്തരമൊരു മോഡ്യൂൾ, ഫരീദാബാദ് മോഡ്യൂൾ പോലെ ഒരു ടെററിസ്റ്റ് മോഡ്യൂൾ ഉണ്ടാവാം, ആ നിലയ്ക്കുള്ള ആലോചനകൾ ഉണ്ടാവാം, അവർക്ക് ISIS-മായി ചിലപ്പോൾ ബന്ധമുണ്ടാവാം. ഇതൊക്കെ മറ്റൊരു തലത്തിൽ ഒരുപക്ഷെ ഉണ്ടാവാം എന്നതേ നമുക്ക് പറയാൻ കഴിയൂ. ഇന്നിപ്പം ഞാൻ ഈ ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളൊക്കെ കണ്ടപ്പോൾ അവരെല്ലാവരും ഇനിയിപ്പം നാളെ തൂക്കം വിധിച്ചാൽ മാത്രം മതി എന്നുള്ള നിലയിലേക്ക് ഏതാണ്ട് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ല, നമ്മൾ കുറെ കൂടി അവധാനതയോടെ കാത്തിരിക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. വൈറ്റ് കോളർ ടെററിസം എന്നുള്ള പ്രയോഗം ഈ വിഷയത്തിൽ തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് പരമാവധി നമ്മളടക്കം പ്രയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, നമ്മൾ പ്രയോഗിച്ചില്ല. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യമായിരുന്നു നമ്മുടെ രാജ്യസുരക്ഷയിൽ ഉലച്ചിലുണ്ടായോ എന്നത്. അത്തരം സന്ദേഹങ്ങളെ ദേശസ്നേഹത്തിൻ്റെ തട്ടിൽ വെച്ച് അളക്കുകയാണ് അന്ന് കേന്ദ്ര സർക്കാരും BJP-യും ഒക്കെ ചെയ്തത്. രാജ്യാതിർത്തി ഇല്ലാതെ, തലസ്ഥാനമെന്നില്ലാതെ ഭീകരർക്ക് പതിവായി കടന്നുകയറി പൊട്ടിത്തെറികളും കൂട്ടക്കൊലകളും നടത്താൻ പാകത്തിന് ദുർബലമായോ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ? അതിഗുരുതര സുരക്ഷാ പിഴവുകൾ ആവർത്തിക്കുമ്പോൾ ദേശസ്നേഹത്തിൻ്റെ പതിവ് വൈകാരിക വാചകങ്ങൾ പറഞ്ഞ് മറുപടിയില്ലാതെ ഒഴിയാനാകുമോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്? ആക്രമണം നടന്ന് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം പ്രത്യാക്രമണം നടത്തി പ്രതികാരം ചെയ്താൽ രാജ്യത്തിനേറ്റ തീരാ നഷ്ടത്തിന് പരിഹാരമാകുമോ? ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ അതീവ സുരക്ഷാ മേഖലയിൽ ചാവേർ സ്ഫോടനം എന്ന് സംശയിക്കാവുന്ന വിധം ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതും സമീപ സംസ്ഥാനങ്ങളിൽ റെയ്ഡുകളും സ്ഫോടക വസ്തു ശേഖരങ്ങൾ പിടിച്ചെടുക്കലും എല്ലാം നടക്കുന്നതിനിടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ചട്ടക്കൂട് ഒന്നാകെ അതീവ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ഇത് സംഭവിച്ചു എന്നതുകൊണ്ട് ഈ ആക്രമണത്തെ കൂടുതൽ ഗൗരവമായി കാണേണ്ടതുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടോ എന്ന ചോദ്യം ഇത്തവണ ഉയരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല.